അതുപോലെ നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സിന് ഈ പെപ്സി കൊടുക്കുന്നതിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ പ്ലാന്റിന് ഒന്ന് റിഫ്രഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പ്ലാന്റിൽ അതേ പൊസിഷനിൽ തന്നെ ഇരിക്കും കേട്ടോ. പ്ലാന്റ് മാറ്റിയിട്ടില്ല. പിന്നെ ഞാനന്ന് പറയാത്തൊരു കാര്യം കൂടെ പറയാം. ഇത് ഞാനൊരു ബോട്ടിലുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ പെപ്സിയാണ്. നമ്മൾ നല്ല ചൂട് സമയത്തൊക്കെ നല്ല തണുത്ത പെപ്സി കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമല്ലേ. അതുപോലെ നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സിന് ഈ പെപ്സി കൊടുക്കുന്നതിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിന്ന് ഈ പെപ്സിയാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. ഇത് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പെപ്സി പ്ലാന്റിന് കൊടുക്കാവുള്ളേ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്യാം, എങ്ങനെ എത്ര ml യൂസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ പ്ലാന്റ്സ്, ഓർക്കിഡ് പ്ലാന്റ്സ്, ഫെർട്ടിലൈസേഴ്സ്, പോട്ട്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിന് രണ്ടിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അടിപൊളിയായിട്ട് ഈ പെപ്സി ഓർക്കിഡ് പ്ലാന്റ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഒരു 20 ml എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെള്ളത്തിലോട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിൽ ഒഴിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്പ്രെയർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒഴിക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇത് പെപ്സി അല്ല കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞത് ഇത് പെപ്സിയാണെന്ന്. ഇത് നമ്മളുടെ തേയിലവെള്ളമാണ്. നിങ്ങൾ പെപ്സി ഒന്നും എടുത്ത് പ്ലാന്റിൽ ഒഴിച്ച് കളയരുത് കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് ടിപ്സൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ പ്ലാന്റിന് ഒന്ന് റിഫ്രഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ കൊടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ പെപ്സിയും ഒന്നും എടുത്ത് ആരും ഒന്നും കൊടുക്കരുത്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന്റ് കരിഞ്ഞു പോകും. ഇത് നമ്മളുടെ തേയിലവെള്ളം ഇട്ടത് ഞാൻ ഈ പെപ്സിയുടെ ബോട്ടിലൊന്ന് ഒഴിച്ചു വെച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ നിങ്ങൾക്ക് ഒരു രസമായിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വെള്ളം നമുക്ക് ഈ ഒരു ബോട്ടിലോട്ട് ഒഴിച്ചെടുക്കാം. ആദ്യം ഞാൻ വെച്ച് വെള്ളം എടുക്കട്ടെ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടെന്ന് അടുത്ത വീഡിയോ കണ്ടിട്ട് വരാവേ. തേയിലവെള്ളം നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ തേയിലവെള്ളം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി അത് ചേർക്കുന്നുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കറുവപ്പട്ടയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിനകത്ത്. ഇപ്പോൾ ഞാൻ നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് തേയില ഇടണം. 1 സ്പൂൺ തേയിലയാണ് കേട്ടോ ഇടുന്നത്. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് എല്ലാ ഉള്ളിത്തൊലിയൊക്കെ ഉണ്ടെങ്കിൽ വേണം ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള തേയിലവെള്ളം മാത്രം, അതിൻ്റെ കൂടെ നമ്മളുടെ ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശർക്കര ഞാൻ ഇതിനകത്ത് ഒരു 3-3.5 സ്പൂൺ കൂടെ ഇടുകയാണ്. അപ്പോൾ അതും കൂടി ഇടുമ്പോഴത്തേക്കും നല്ലൊരു എനർജി ഡ്രിങ്ക് പോലെ നമ്മുടെ പ്ലാന്റിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 ടീസ്പൂൺ നമ്മുടെ ശർക്കര പൊടിച്ചതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അരിച്ചെടുത്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ശർക്കര ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്പ്രെയറിലൊക്കെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുത്ത് ഈ ഒരു പെപ്സി ബോട്ടിലിൽ ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ സാധാരണ തേയിലകളാണ്. അപ്പോൾ ആരും പെപ്സി ഒന്നും എടുത്ത് യൂസ് ചെയ്യരുത് കേട്ടോ. ബോട്ടിലുള്ള പെപ്സി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മളുടെ ഈ ഒരു തേയില വെള്ളം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ പെപ്സി ഒന്നും എടുത്ത് ആരും കൊടുത്തേക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. കരിഞ്ഞെങ്ങാനും പൊക്കഴിഞ്ഞാൽ അത് പ്ലാന്റ് ഫുള്ള് പോവും. അതുകൊണ്ട് നമ്മളെപ്പോൾ വീഡിയോസ് ഇട്ടാലും ഫുള്ള്, ആരുടെ വീഡിയോ ആയാലും ഫുള്ള് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്യാവുള്ളൂ. ഇനി നമ്മളുടെ സ്പ്രെയർ ബോട്ടിലോട്ട് ഇത് 20 ml ചെറിയ അടപ്പാണ് കേട്ടോ. ഇപ്പോൾ ഈ അടപ്പാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതെടുത്തതേ ഉള്ളൂ. ഏകദേശം ഒരു 50 ml നമുക്ക് ഒഴിക്കണമേ. ഒരു 20 പ്ലസ് ഒരു 10 ml കൂടെ ഒഴിക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് സമയത്തൊക്കെ നമ്മൾ ഈ തേയിലവെള്ളം പ്ലാന്റിന് കൊടുത്താൽ നല്ല രീതിയിൽ ഒരു ഉണർവാണ് പ്ലാന്റിന്. നല്ല ഹെൽത്തായിട്ട് നന്നായിട്ട് ഉണർവ് വരുന്നൊരു ടൈപ്പാണ് ഈ ഒരു ഫെർട്ടിലൈസർ. നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് പ്ലാന്റിൽ കാണാൻ പറ്റും കൊടുത്തു കഴിയുമ്പോൾ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയും കൂടി ആഡ് ചെയ്ത്, ശർക്കരയും കൂടി ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര റിസൾട്ടാണ് പ്ലാന്റിലുണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ തവണയും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പുളിയും ശർക്കരയും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം. അപ്പോൾ ഇതിലും ഞാൻ ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ പുളിയും ശർക്കരയൊക്കെ കൊടുത്ത് ആ ഒരു വളം കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു പ്ലാന്റിൽ. അതേ പൊസിഷനിൽ തന്നെ ഇരിക്കുക കേട്ടോ. പ്ലാന്റ് മാറ്റിയിട്ടില്ല. പിന്നെ ഞാനന്ന് പറയാത്തൊരു കാര്യം കൂടെ പറയാം. ഇത് ഞാനൊരു ഷെയ്ഡഡ് ഏരിയയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ UV ഷെഡിൽ തന്നെയാണ്. പക്ഷെ നല്ല ഷെയ്ഡാണ് ഈ ഒരു ഏരിയയിൽ. കാരണം ഷെയ്ഡഡ് ഏരിയയിൽ ഇരിക്കുമ്പോൾ പ്ലാന്റ് നല്ലതായിട്ട് ഗ്രോത്ത് കിട്ടും. വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലാന്റ് ഒന്ന് കരുത്താവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതോടൊപ്പം എത്ര പേര് വളർത്തുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സന്തോഷമായിരിക്കും, നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകാമല്ലോ. അപ്പോൾ എപ്പോൾ ആർക്കാണ് ഫസ്റ്റ് ഫ്ലവർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് പ്ലാനിൽ അടിച്ചു കൊടുക്കാം. വളം കൊടുത്തത് നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ നല്ലതായിട്ട് കുളിക്കുന്ന രീതിയിൽ വേണം എപ്പോഴും നമ്മൾ പ്ലാന്റിൽ വെള്ളം ഒഴിക്കാനായാലും വളം കൊടുക്കാനും. ഇപ്പോൾ ഈ വളം കൊടുത്തതിന് ഒരു 2 മണിക്കൂർ മുമ്പ് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത് കാണിക്കാത്തത്. നിങ്ങൾ എപ്പോൾ വളം കൊടുത്താലും വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. അതുപോലെ ഷെയ്ഡഡ് ഏരിയയിൽ തന്നെ ഈ പ്ലാന്റ് വെക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ സീഡ്ലിങ്സ് പോട്ട് ചെയ്തവരെല്ലാം ഇത് ഷെയ്ഡഡ് ഏരിയയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഓർമ്മിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി അടുത്തത് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അടുത്ത വീഡിയോയിൽ കാണാം. കണ്ടല്ലോ നിങ്ങൾ പ്ലാന്റ് നല്ല ഫ്രഷായിട്ട് നല്ല ഫ്രഷ് ലുക്കിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്കും ഈ വളങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പം ഈ വളത്തിൻ്റെ എഫക്റ്റ് നമുക്ക് നെക്സ്റ്റ് വീക്കിലായിരിക്കും അറിയാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പം വളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് കമൻറ്റ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.